നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ പങ്കുവയ്ക്കുന്നു. കോവിഡ് മഹാമാരിയെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാക്സിൻ സ്വീകരിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. വിവിധ ആവശ്യങ്ങൾക്ക് അന്ന് വാക്സിൻ സ്വീകരിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യമായിരുന്നു താനും. അതുകൊണ്ട് തന്നെ പലരും ഈ വാക്സിൻ നിർബന്ധപൂർവ്വം എടുക്കേണ്ടി വന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഈ വാക്സിനെ സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി വന്നു ചേർന്നിട്ടുണ്ട്. ഗ്ലോബൽ വാക്സിൻ ഡേറ്റ നെറ്റ്വർക്കിന്റെ കീഴിലുള്ള ഗവേഷക സംഘമാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. നിലവിൽ അസ്ട്രസെനക്ക, അതോടൊപ്പം തന്നെ മൊഡേണ, ഫൈസർ തുടങ്ങിയ വാക്സിനേഷൻ സ്വീകരിച്ച ആളുകൾക്കാണ് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പ് വന്നു ചേർന്നിട്ടുള്ളത്. അതായത് ഇവരിൽ ചുരുക്കം ചില ആളുകളിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് 13 പരം രോഗസാധ്യതകൾ ഉടലെടുക്കുന്നതായിട്ടാണ് പഠന റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്. എന്നാൽ നമ്മളുടെ കോവിഷീൽഡ്, കോവാക്സിൻ സ്വീകരിച്ചവരല്ല എന്നൊരു കാര്യം പ്രത്യേകം എല്ലാവരും ഇതൊന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇത്തരത്തിൽ വാക്സിനുകളുടെ പഠന റിപ്പോർട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തും ഇത്തരത്തിൽ കോവിഷീൽഡ്, കോവാക്സിനൊക്കെ സ്വീകരിച്ചവരാണോ എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇത് വിദേശ രാജ്യങ്ങളുടെ വാക്സിനാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. മസ്തിഷ്കവും അതോടൊപ്പം തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവിധ രോഗസാധ്യതകളാണ് ഉടലെടുക്കുന്നത്. അത് ചുരുക്കം ചിലരിലാണെങ്കിൽ പോലും ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ വന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് കോവിഷീൽഡും കോവാക്സിനും ഒക്കെ സ്വീകരിച്ച യുവാക്കളിൽ പെട്ടെന്നുണ്ടാകുന്ന മരണത്തെ അല്ലെങ്കിൽ ഹൃദയാഘാതത്തെ സംബന്ധിച്ചൊക്കെ നിരവധി വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ICMR സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡ് വന്ന യുവാക്കളിൽ അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് പുകവലി അല്ലെങ്കിൽ മദ്യപാനം പോലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള ചില സ്ഥിതിയാണ് ഈ മരണത്തിലേക്ക് വഴിതെളിക്കുന്നത് എന്നാണ് ICMR കണ്ടെത്തിയിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള യുവാക്കളിൽ മരണസാധ്യത വാക്സിൻ സ്വീകരിച്ച ശേഷം ഉയരുന്നു എന്നൊക്കെയായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത്. ഇത് അടിസ്ഥാനരഹിതമാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ഉത്സവ ചന്തകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. മാർച്ച് മാസം 28-ാം തീയതി മുതൽ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ സഹകരണ വിപണി കൂടുതൽ സജീവമാവുകയാണ്. സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലും സ്റ്റോക്ക് തീർന്നിരുന്ന വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി എല്ലാം വീണ്ടും വിതരണം ആരംഭിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ സർക്കാർ കടക്കുകയാണ്. നിലവിൽ 13 പരം സബ്സിഡി ഉൽപ്പന്നങ്ങളാണ് ഈസ്റ്റർ, വിഷു, റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് നമ്മളുടെ എല്ലാം കൈകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. കെയർ-റൈസ് ഉൾപ്പെടെയുള്ള അരി വിതരണവും ഉണ്ടായിരിക്കും. ഓരോ റേഷൻ കാർഡിനും 5 കിലോ വീതമാണ് 29 രൂപ മുതൽ 30 രൂപ വരെ കിലോയ്ക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിക്കുന്നവരുണ്ട്. അത് 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന വ്യക്തികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ 6,80,000-ഓളം വരുന്ന ഗുണഭോക്താക്കളിൽ 1,94,000-ഓളം വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യം മുടങ്ങിയതായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിരുന്നു. സാങ്കേതിക തടസ്സങ്ങളാണ് കാരണം. ഇതെല്ലാം തന്നെ നീക്കി വിതരണം വീണ്ടും സുഗമമായിട്ട് തന്നെ ആരംഭിക്കുമെന്ന് അധികൃതർ വിശദമാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആവശ്യമാണ്. തകരാറുകൾ പരിഹരിച്ച് PFMS വഴി ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് വളരെ വൈകാതെ ധനസഹായം നിക്ഷേപിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, പോസ്റ്റ് ഓഫീസ് വഴി ആരോഗ്യ അപകട ഇൻഷുറൻസുകൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക അവസരമാണിപ്പോൾ. 5 ലക്ഷത്തിൻ്റെ, 10 ലക്ഷത്തിൻ്റെ, 15 ലക്ഷത്തിൻ്റെ തുടങ്ങിയ വിവിധ സ്കീമുകളുണ്ട്. ഇതിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് സഹകരിച്ചാണ് ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസ് അംഗത്വം എടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇതിനെപ്പറ്റി വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്ന് ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.